ഇവിടെ തൃശ്ശൂരെ കലക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ തൃശ്ശൂരെ കലക്കാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ സ്വീകരിക്കാൻ ഒരാളെത്തി. അപ്പോൾ ആളെ പരിചയപ്പെടുത്തി തന്നെ തുടങ്ങാം. നമസ്കാരം. 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 രണ്ട് പൂരത്തിനിടയിലുള്ള കലാപൂരം. അല്ല, മനു ഇങ്ങോട്ട് വരുന്നില്ലേ? മനു ഇങ്ങോട്ട് വരുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട് മിനിസ്റ്റർ. മനു, എനിക്കറിയാം മിനിസ്റ്റർ ചോദിക്കുന്നത്, എന്നെ കൊണ്ടുപോയില്ല മിനിസ്റ്റർ. അവന് ഞങ്ങൾ കൂട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. അല്ല, നമ്മുടെ തൃശ്ശൂരിലേക്ക് വരേണ്ട ആളുകളൊക്കെ വന്ന് ചേരുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു പൂരത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൻ്റെ പരിപാടികൾ ആരംഭിക്കാൻ പോകുന്നത്. കൈരളി കൃത്യമായിട്ട് പറഞ്ഞതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് അതിഗംഭീരമായ മേളം നടക്കാൻ പോവാണ്. മനു സ്ഥിരം പൂരത്തിൻ്റെ ആളാണ്. എലഞ്ഞിത്തറ മേളത്തിൻ്റെ അതേ രൗദ്രതാളത്തോടുകൂടി ഇന്ന് ചെറുശ്ശേരിയും അനിയന്മാരും ഒരുമിച്ച് അണിനിരന്ന് 100 പ്രതിഭകൾ പങ്കെടുക്കുന്ന പാണ്ഡിമേളത്തോടെ നമ്മുടെ പരിപാടികൾക്ക് ഔപചാരികമായിട്ടുള്ള തുടക്കം കുറിക്കുകയാണ്. കൈരളി കാണിച്ചിട്ടുണ്ടാവും, ഇന്ന് ഈ പതാക ഉയർത്തുന്നത് തന്നെ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനത്തിലല്ല. നേരെ ഒരു കൊടിയുയർത്തുക എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി 64ാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളോടും കൂടി പൂരത്തോടെ കുട്ടികളെ വരവേറ്റ് ഇനി 5 ദിവസം പൂരനഗരിക്ക് അഭിമാനമായിട്ടുള്ള ഒരുപാട് കുട്ടികളെ കൈരളിക്ക് സമർപ്പിക്കാൻ പോകുന്ന വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ചടങ്ങാണ് തുടക്കം കുറിക്കുക. ഒരു കുറവും ഉണ്ടാകില്ല. മനു വേണമെങ്കിൽ പോന്നോ, ആര് പോന്നാലും എത്രായിരം ആളുകൾ വന്നാലും സ്നേഹത്തോടെ സ്വീകരിക്കാൻ തൃശ്ശൂർ ഒരുങ്ങിയിരിക്കുകയാണ്. എല്ലാ 25 വേദികളും 25 പൂക്കളുടെ പേരിൽ ഒരു തോട്ടത്തിലെ പൂക്കളെ പോലെ വ്യത്യസ്ത നിറവസന്തങ്ങളുള്ള 28-25 വേദികളിലേക്ക് ലോകത്തിൻ്റെ സൗരഭ്യം മുഴുവൻ ആശ്രയിച്ചുകൊണ്ട് കുട്ടികൾക്ക് വരാനുള്ള വേദി ഒരുക്കാണ്. എല്ലാവർക്കും സ്വാഗതം. പൂരമാക്കി മാറ്റും. എത്ര പേർ വന്നാലും ഇവിടെ സേഫാണ്. എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഉണ്ട്. ഒരു പേടിക്കും ഇവിടെ വരില്ല. ധൈര്യമായിട്ട് പോരാ. ഭക്ഷ്യപ്പുരയുടെ കാര്യം കൂടെ ചോദിച്ചു. ഭക്ഷ്യപ്പുര ഇപ്പോൾ രാവിലെ തന്നെ തയ്യാറായിട്ടുണ്ട്. രാവിലെ തന്നെ ഭക്ഷണം കൊടുത്തു തുടങ്ങും. 4,00,000 പേർക്ക് ഒരേ സമയം ഭക്ഷണം കൊടുക്കേണ്ടി വരുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ നടപടിക്രമങ്ങളിലേക്ക് പോകുന്നത്. ഒരു കുറവുമില്ലാത്ത നല്ല മനോഹരമായ ഭക്ഷണം. ഇന്നലെ പാല് കാച്ചിയത് തന്നെ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട പഴയിടത്തിൻ്റെ നല്ല പാലട കഴിച്ചാണ്. ഒരു കുറവുണ്ടാവില്ല. ഇന്ന് ചക്കപ്പായസം കിട്ടുമെന്ന് പറഞ്ഞു കേട്ടു. ഓരോ ദിവസവും ഓരോ വ്യത്യാസം. വെറൈറ്റി. അപ്പം നടക്കട്ടെ. മിനിസ്റ്റർ നല്ല തിരക്കിലാണ്. മിനിസ്റ്റർ നമുക്കറിയാം മിനിസ്റ്ററിൻ്റെ ഓരോ തിരക്ക്. തൃശ്ശൂരിലെ സ്വന്തം നാട്ടിൽ കലോത്സവം വരുന്ന സമയത്ത് മിനിസ്റ്ററുടെ തിരക്ക്